അയ്യോ, ബാത്റൂമിൽ പാമ്പുണ്ട്. അയ്യോ, പാമ്പ് പാമ്പ് പാമ്പേ. വീടിനകത്ത് പാമ്പ് കയറിയേ. അയ്യോ, പാമ്പ് പാമ്പ്. ഹണി, നീ എവിടെയാടാ പാമ്പിനെ കണ്ടത്? ഞാനെങ്ങും കണ്ടില്ല. നിങ്ങൾ കരഞ്ഞപ്പോ ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും കൂടെ വന്ന് കരഞ്ഞതാണ്. കൊള്ളാമോ? എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ എന്തിനാ ഇവരെ കണ്ട് പേടിക്കുന്നത്? ഇവര് കൊത്തുന്ന പാമ്പുകളല്ല. ഹാർമോണിയത്തിനകത്ത് മുട്ട ഇട്ടത്. ആ ഹാർമോണിയത്തിലെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ഒരുമിച്ച് നമുക്കിവിടെ കുത്തിയിരിക്കാം. എന്തിനാ കുത്തിയിരിക്കുന്നേ? കാല് കഴിക്കാൻ നിങ്ങൾക്ക് കാലില്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞാ മതി. മാത്രമല്ല, ഈ കഴുത്തിൽ എന്തിനാ ഇങ്ങനെ നമ്പറൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നേ? അത് പിന്നെ അവർക്ക് കൈ പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ പിന്നിലെ കഥ നിങ്ങൾക്ക് അറിയണോ? എന്താ കേട്ടോ? ഒരു രാജാവുണ്ടായിരുന്നു. ഒരു രാജാവുണ്ട്. കൂട്ടുകാരും ഒത്ത് പാമ്പും കോണിയും കളിക്കുന്നേ. ഞാൻ 18 നമ്പരിലെ പാമ്പാടേ. ഒരു കൊത്തും കൊടുത്ത് 3ലേക്ക് വിടുന്നു ഞാൻ. അയ്യോ, ഇന്ന് നീയാണ് എന്റെ കളിക്കാനുള്ള കരു. അയ്യോ, എന്ന് വെച്ചാ എന്താ? ക്യാരറ്റിന്റെ വേറെ വല്ല പേരാണോ? കരു കൊണ്ടാണ് പാമ്പും കൂണിയും കളിക്കുന്നത്. മൃഗങ്ങളോടൊപ്പം കളിക്കുന്നതിന്റെ രസം വേറെ തന്നെയാണ്. അതാ ഇവിടെ. ഇത്രയും വലിയ ഏരിയയില് ഫുട്ബോൾ കളിക്കാൻ നല്ല രസമായിരിക്കും. എന്താ സ്നേക് ബ്രോസ്, നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? സോറി, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. നമ്മുടെ കയ്യില് ഫുട്ബോൾ ഒന്നും ഇല്ലല്ലോ, അല്ലേ? ഞാൻ മറന്നതാ. ഒരു കാര്യം പറയാമോ? പാമ്പുകളുടെ ഉത്സവത്തിന് എന്താ പറയുന്നത്? നാഗപഞ്ചമി. ഓക്കേ. അയ്യോ, എന്നെ എന്തിനാ അടിച്ചത്? ഇത് നാഗത്തിന്റെ പഞ്ചിങ് ആണ്. ദേ, നോക്കിയൊരു നക്ഷത്രം മണ്ണിലേക്ക് വരുന്നു. എടാ, അത് നക്ഷത്രമൊന്നുമല്ല, നല്ലൊരു പണിയാ വരുന്നത്. ഒരു പരുന്താത് ഓടിക്കോ. പാമ്പ് ചേട്ടാ, ഒരു മിനിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. വാ പാമ്പ് ചേട്ടാ, നമുക്ക് രക്ഷപ്പെടാം. ദേ 6 വന്നല്ലോ. ഒരു ദിവസം ഞാൻ മുയലിനോടൊപ്പം റേസിൽ കഷ്ടപ്പെട്ട് ഓടി ഞാൻ ജയിച്ചായിരുന്നു. അതിനുശേഷം എന്താ ഇവിടെ വന്ന് ഓടേണ്ട ഗതികേടായി പോയി എനിക്ക്. എടാ, നിന്റെ കാര്യം പിന്നെയും കുഴപ്പമില്ലെന്ന് വെക്കാം. എന്റെ പുറത്തോട് ദേ 8ാമത്തെ കളത്തിൽ ഊരിപ്പോയത്.
ഞാനിവിടെ 3 ദിവസമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക ആ കളം വരെ ഒന്ന് എത്താനായിട്ട്. നടുക്ക് പാമ്പുള്ളത് കൊണ്ട് അപ്പൊ തന്നെ വിഴുകും, ഞാൻ താഴെ എത്തും. നിങ്ങൾ ഇത് എന്താ നോക്കി നിൽക്കുന്നേ? മര്യാദയ്ക്ക് കളിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എണ്ണത്തോണിയിൽ കിടക്കേണ്ട വിധം ചവിട്ടി കൂട്ടും ഞാൻ. രാജാവ് വളരെ ശക്തനാണ്. നമുക്ക് പാമ്പുകളോടൊപ്പം തന്നെ മറ്റുള്ള മൃഗങ്ങളെയും രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഐഡിയ. മഹാരാജാവേ, അല്ല, നിങ്ങളാരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടതാ? നീതി. അതായത് നീതി. പാമ്പും കോണിയുടെ നീതി നിയമമൊക്കെ മാറി. ഞങ്ങൾ ഈ കളിയുടെ പുതിയ നിയമങ്ങളെ കുറിച്ച് പറയാൻ പാമ്പും കോണി അസോസിയേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബോർഡിലേക്ക് വരൂ, പുതിയ നിയമത്തെ കുറിച്ച് പറയാം. ആരാണോ കളിക്കുന്നത് അവർ തന്നെ ആയിരിക്കും കരു. ഞാൻ രണ്ടാമത്തെ നിയമം പറയാം. താങ്കൾക്ക് കരുക്കുലുക്കി ഏത് കളത്തിൽ വേണമെങ്കിലും ഇടാം. ഞാനാകെ ഒരു പാമ്പിന്റെ കളത്തിൽ മാത്രമായിരുന്നല്ലോ, പിന്നെ അതിനാ എല്ലാ പാമ്പുകളും ചേർന്ന് തന്നെ അടിച്ചത്. ഞങ്ങൾ പാമ്പുകൾക്ക് യൂണിയൻ ഉണ്ട്. ഒരാൾ അടിച്ചാൽ ബാക്കി എല്ലാരും അടിക്കും. ഇത് ഞങ്ങളുടെ പുതിയ റൂൾസ് ആണ്. നിങ്ങൾ എന്നെ വീട്ടിയാക്കിയല്ലേ? ഇനി നിങ്ങളെ ഞാൻ അടിക്കും. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടിയിരിക്കും. മഹാരാജാവേ, ഹലോ മഹാരാജാവേ. ഞാൻ ദുർബലനാണെന്ന് വിചാരിക്കണ്ട, ഞാനും ശക്തിമാനാണ്. വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ചാലഞ്ച്. എങ്കിൽ ശരി. പക്ഷെ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് രാജാവ് ജസ്റ്റ് കൈ ഒന്ന് മാറ്റി. കണ്ടില്ലേ, 1 സെക്കൻഡ് കൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ട്രിപ്പ് കഴിഞ്ഞ് വരികയില്ല, അതുകൊണ്ട് രസകരമായ ഒരു ഓർമ്മ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ നിനക്ക് മാത്രമല്ലേ രസകരമായ ഓർമ്മയായിട്ട് മാറിയത്? അപ്പൊ നമുക്കും കൂടെ ഓർമ്മ ഉണ്ടാക്കാൻ എന്താണ് വഴി കൂട്ടുകാരെ? അത് ഞാൻ പറഞ്ഞുതരാം. കണ്ടം പൂച്ചെ കാക്കാലാതി കണ്ടം വഴിയെ ഓടിക്കോ. കണ്ടാലയ്യോ മണ്ടക്കിട്ട് ഡുണ്ടും കൊട്ടും സൂക്ഷിച്ചോ. കണ്ടം പൂച്ചെ കാക്കാലാതി കണ്ടം വഴിയെ ഓടിക്കോ. വീട്ടിൽ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അച്ഛൻ വാതിൽ തുറക്കില്ല. ടക് ടക്. ഈ ടെക് ടെക് തോച്ച എന്താ? ലേറ്റായി വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടും. ചെക്ക് ചെക്ക്.
അപ്പൊ പിന്നെ എന്താണ് ഈ ചക് ചക്? അച്ഛൻ അടിച്ച പിന്നെ ഞാൻ അവിടുന്ന് ഓടില്ലേ? അങ്ങനെ അച്ഛനും ഞാനും കൂടി തൊട്ട് കളിക്കുമായിരുന്നു. ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കൊണ്ടിരുന്നും ചംചം ചൂയിങ്കം ചവച്ചും കൊണ്ടിരുന്നു. ചൂയിങ്കം ചൂയിങ്കം. ഇത്ര എലികൾ കാവലുണ്ടല്ലോ. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കിറ്റിയെയും മറ്റു പൂച്ചകളെയും പൂട്ടിയിട്ടിരിക്കുന്നത്. എടാ നമ്മൾ ഇവന്മാരുടെ കണ്ണു വെട്ടിച്ച് അങ്ങനെ അകത്ത് കയറും. അളിയാ വാ നമുക്കൊരു ചായ കുടിക്കാം. ഈ കല്ല് നമുക്കൊരു ചീസാക്കി മാറ്റാം. ആ വാതിൽ സേഫ് ആയിരിക്കും, നമുക്ക് അതിലൂടെ തന്നെ പോവാം. ഇനി ഈ ചീസ് എനിക്ക് മാത്രമാണ് സ്വന്തം. കണ്ടം പൂച്ച് കക്കാല നീ കണ്ടം വഴിയെ ഓടിക്കോ. തത്തയെ നമുക്ക് തട്ടിക്കളിക്കാം, പട്ടിയെ നമുക്ക് പെട്ടിയിലടയ്ക്കാം. രണ്ട് പൂച്ചയുടെ എല്ലൊടിക്ക്. ബനി ക്യാച്ച്. നോക്ക്, റോഡ് റോളർ വരുന്നു. ആ അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങള് പുറകോട്ട് നോക്കി കഴിയുമ്പോ നിനക്ക് ഇവിടെ നിന്നോട്ട് ഓടി രക്ഷപ്പെട്ട. ആരും പുറകിലോട്ട് നോക്കരുത്, മനസ്സിലായോ? അറിയാത്തവിടെ ചതയും പറയും. ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ തയ്യാറായിക്കോളൂ. കണ്ടം പൂച്ച് കക്കാല നീ കണ്ടം വഴിയെ ഓടിക്കോ. എന്നെ ഇത്രയും തല്ലിച്ച ശേഷം നിങ്ങൾ പോകേണ്ടി വരും മെഡിക്കൽ സ്റ്റോറിലേക്ക്. അപ്പൊ നീ മിക്കവാറും പോകേണ്ടി വരും സെൻട്രൽ ജയിലിലേക്ക്. ഇത്രയും അഹങ്കാരം ഈ പീറ തത്തയ്ക്കോ? ഇത്രയും പൂച്ചകൾ എങ്ങനെ കെട്ടിയിടാൻ മാത്രം എന്ത് പഴയാ നിനക്ക് അവരോടുള്ളത്? വളരെ വലിയൊരു സ്റ്റോറിയാണത്. എന്നാ ശരി, നീ അത് പറയണ്ട. എങ്കിൽ കേട്ടോളൂ, ഞാൻ ഈ പൂച്ചകളെ മനഃപൂർവ്വം തടവിലാക്കിയതല്ല. ഈ സണ്ണിയും കൂട്ടുകാരും ചേർന്ന് ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു.
വലിയളിയനെന്താ ഓഫീസിൽ പോയിരിക്കാത്ത? അതെ, അവിടെ ഓഫീസിലെ സിഐയുടെ ക്യാബിനല്ലേ. ഞാൻ നല്ലൊരു സിയുടെ കർത്തവ്യം നിർവഹിക്കുകയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ജോലികളും നന്നായി നടക്കുന്നുണ്ടോന്ന് ആരാ നോക്കുക? എന്റെ അമ്മോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് സർബത്താണോ അതോ ഡമ്പലാണോ? എനിക്ക് വയ്യാണ്ടായി. സംശയമുണ്ടോ? അത് പിന്നെ സാർ, എനിക്ക് മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്. ആഹാ, എന്നാ പറഞ്ഞോ, എല്ലാം സോൾവ് ആക്കി തരാം ഞാൻ. സാർ, അത് പിന്നെ എനിക്ക് എന്റെ സാലറി, അതായത് ആയിക്കോട്ടെ, മനസ്സിലായി. തന്റെ സാലറി പ്രോബ്ലം പറയാനല്ലേ ഇപ്പൊ വന്നത്. തന്റെ ഇഷ്ടം പോലെ ഇന്ന് മുതൽ തനിക്ക് സാലറി ഇല്ല. സാലറി ഇല്ലെങ്കിൽ പിന്നെ നോ പ്രോബ്ലം, നോ ടെൻഷൻ. എന്നാ പിന്നെ പൊക്കോളൂ. കഴുതേ, ഞാൻ ഈ പ്ലഗ് ഒന്ന് അവിടെ കുത്തിക്കോട്ടെ. സാരി. ഇവിടെ തോറ്റു. എന്താ ഇവിടെ സേഫ് ആണ് കേട്ടോ. കൂട്ടുകാരെ, ഈ ഹണി ചിക്കു ഷേക്കാണോ ഉണ്ടാക്കുന്നത്? ഇവിടെ മൊത്തം ഷേക്കാവുകയാണല്ലോ. അതിന് നിങ്ങളെല്ലാരും കൂടി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇതാ നോക്ക്, നിങ്ങളുടെ സിഇഒ തന്നെ ഇതെല്ലാം ഇപ്പൊ ക്ലീൻ ചെയ്യും. അല്ല, ഇതിപ്പോ എന്തിന്റെ സെലിബ്രേഷനാ കൂട്ടുകാരെ? എടാ, സെലിബ്രേഷൻ അല്ല, ഷോർട്ട് സർക്യൂട്ട് ആയതാണ്. അവിടെ നിന്ന് മാറണേ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അയ്യോ, ദേ സോർദാറിന്റെ വാലടിയിൽ കുടുങ്ങി. സംശയമുണ്ടോ? നീ എല്ലാ കാര്യത്തിലും എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നേ? അത് ഞങ്ങളും കണ്ടതല്ലേ. നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ അതെടുത്ത് മാറ്റാത്തത് എന്തുകൊണ്ടാണ്? ആ പ്ലൈവുഡ് എടുത്ത് മാറ്റ്. കഴുതേക്കൊണ്ട് തോറ്റു. ഇനി നീ കണ്ടോ കിറ്റി, ഞങ്ങൾ അടിപൊളി ഒരു ഡോൾ ഹൗസ് ഉണ്ടാക്കാൻ പോവാ. നിർത്തേ. എന്താ പറ്റിയേ? കിറ്റിയുടെ പാവക്കുട്ടിക്ക് വേണ്ടി ഇത്ര ചെറിയ വീടാണ് ഉണ്ടാക്കാൻ പോകുന്നേ. ഹണി, ഡോൾ ഹൗസ് ഇത്ര ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. അത് ചെറിയ പാവക്കുട്ടിക്ക് വേണ്ടിയുള്ളതായിരിക്കും. കിറ്റിയുടെ പാവക്കുട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ കിറ്റി? അതെ അതെ, ഒരു വലിയ വീട് തന്നെ വേണം. ഇതിൽ പിങ്ക് പെയിന്റ് അടിക്കണോ അതോ ബ്രൗൺ അടിക്കണോ? ഓറഞ്ച് മതി, ഓറഞ്ച്. അടിച്ചു പൊളച്ചു തിമിർത്തു. ഇതെന്തോന്നായി ചെയ്തേ?
കിറ്റി ഈ വീട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു കുറവുണ്ട്. അടിച്ചു പൊളച്ചു തിമിർത്തു. എന്തുവാടാ ഒരു കുറവ്? സ്വിമ്മിംഗ് പൂളും റെഡിയായി. സംശയമുണ്ടോ? ആ ഇത് കൊള്ളാം, വളരെ നാച്ചുറലാണ്. എന്നാലും എന്ത് പറ്റി കിറ്റി? ഇതിൽ സ്ലൈഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വാട്ടർ പാർക്കിന്റെ എഫക്ട് കൂടി കിട്ടിയേനെ. ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഞാൻ ജയിച്ചാൽ കിറ്റി തീർച്ചയായും ദേഷ്യപ്പെടും. തോറ്റാലോ പിന്നീട് ഒരിക്കലും എന്റെ മുഖം അവളുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. രാവിലെ വിരിഞ്ഞ പൂവിന് നല്ല മണമാണ്. ഇനി നിന്റെ ഒരു വശം തീയും ഒരു വശം കടലുമാണ്. അടികൈ. എന്തായാലും കിറ്റി തോറ്റാലും ഒരു പ്രശ്നവുമില്ല. എന്നാൽ എനിക്ക് ഈ മത്സരത്തിൽ ജയിച്ചേ മതിയാവൂ. എല്ലാ സ്ഥലത്തും നമ്മൾ ഡോളിന്റെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. ബണ്ണി വേഗം ഒട്ടിക്ക്. അല്ല, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പ്രചരണം. നാട്ടുകാർ മുഴുവൻ വോട്ട് ചെയ്യണ്ടേ? നിന്റെ റോബയാണോ കിറ്റിയുടെ ഡോളാണോ ഒന്ന് തിരഞ്ഞെടുക്കണ്ടേ? എന്നെ ഈ കുരുക്കിൽപ്പെടുത്തിയത് നിങ്ങളല്ലേ. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് ജയിക്കാൻ വേണ്ടി വൃത്തിയായിട്ട് പണികളൊക്കെ ചെയ്യല്ലേ? എന്റെ ഡോളിന്റെ പോസ്റ്റർ നശിപ്പിക്കാണോ? അല്ല കിറ്റി, ഞാൻ ഇന്ന് ക്വാളിറ്റി ടെസ്റ്റ് സണ്ണിയുടെ റോബോ ബെസ്റ്റ്. മര്യാദയ്ക്ക് പൊയ്ക്കോ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കണേ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കണേ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് തന്നെ കൊടുക്കണം. നിങ്ങളുടെ വോട്ട് ഡോളിന് കൊടുക്കൂ. നിങ്ങളുടെ വോട്ട് ഡോളിന് കൊടുക്കൂ. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്. കിറ്റിയുടെ ഡോള് ബെസ്റ്റ് ആണ്. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. അല്ല, ഞാനൊന്നും പറഞ്ഞതേ ഇല്ല. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എല്ലാരും ഇവിടെ എത്തിയത് കൊണ്ട് തിരിച്ചു പോയിക്കോളൂ. ഞാൻ പറയുമ്പോ വന്നാ മതി. മനസ്സിലായല്ലോ? ഇപ്പൊ പോയിക്കോ. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയൂ. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ കാര്യമില്ലെങ്കിൽ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. അല്ലെങ്കിൽ കൈയും കാലും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇടും. ഡോക്ടർ ബാലു, എന്റെ റോബോയും കിറ്റിയുടെ ഡോളും തമ്മില് ആരാണ് ബെസ്റ്റ് എന്നുള്ള കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. സണ്ണി ആവശ്യപ്പെടുന്നത് കിറ്റിയുടെ ഡോളിന് വോട്ട് ചെയ്യണം. എടാ കുട്ടികളെ, നിങ്ങളുടെ വോട്ട് സണ്ണിക്ക് തന്നെ കൊടുക്കണം. മനസ്സിലായല്ലോ?
കൂട്ടുകാരെ കിറ്റിയുടെ ഡോളിന് വോട്ട് ചെയ്യണേ. ആ. മണ്ടനെന്നും മണ്ടത്തരമേ പറയൂ. കിട്ടിയുടെ ഡോളിന് നിങ്ങൾ വോട്ട് ചെയ്യൂ. അടികൈ. എടാ ഞങ്ങളെ മണ്ടനെന്ന് പറയുന്നു. സാറേ അങ്ങനെ മണ്ടനായി പോകരുത്. ഇതുപോലെ പ്രചാരണം ചെയ്താ കിറ്റിയുടെ ഡോൾ തീർച്ചയായിട്ടും തോറ്റു പോവേ. ഭാര്യ ഭർത്താവിനോട് പ്രശ്നമുണ്ടാക്കി വീട്ടിലെ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച് പട്ടണത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു വലിയ മത്സരം നടക്കാൻ പോകുന്നു. അതായത് റോബോയും ഡോളും തമ്മിൽ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉറങ്ങിക്കൊള്ളൂ. കാരണം നാളെ രാവിലെ ഞങ്ങളുടെ ചാനൽ നടക്കാൻ പോകുന്നു ഈ കോമ്പറ്റീഷന്റെ ലൈവ്. കിറ്റൻ ഡോളിനെ മൂവ്മെന്റ് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ. എന്നാൽ റോബോ തലകുത്തി മറിയും. എന്റെ മുണ്ട പോയി. റിമോട്ട് റിപ്പയർ ആയെന്നാ തോന്നുന്നത്. എടാ ഒന്ന് നിക്ക്. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ബോക്സർ. എന്റെ റോബോ. ഈ റോബോ എല്ലാരെയും ഭയപ്പെടുത്തി. എല്ലാരും വല്ലാതെ പേടിച്ചു. നിങ്ങളെല്ലാവരും ഓടിയാൽ ഞാൻ പിന്നാലെ ഓടിയെത്തും. ചാടി ചാടി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അടികൈ. കണ്ട സാറേ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടോ? എന്നാ പിന്നെ ഓടിയേ പറ്റൂ. ഫ്രിഡ്ജിൽ വലിയ വലിയ മാങ്ങകളുണ്ട്. ഞാൻ ഓടിയിട്ടാണെങ്കിൽ എന്റെ വെയിറ്റ് കൂടുന്നുണ്ട്. അല്ല എന്റെ ഈ ടവലിൽ എങ്ങനെയാ കാല് മുളച്ചു വന്നേ? ഇത് എന്റെ കാലായിരുന്നു മകനെ. നീ എന്റെ കാലിൽ തൊട്ടിരിക്കുന്നു. നിനക്കിനി നല്ലത് മാത്രമേ വരൂ വത്സ. മനുഷ്യനിൽ നിന്നും വീണ്ടും കുരങ്ങാവുന്നത് എന്തിനാണ്? എന്റെ പേര് വത്സൻ എന്നല്ല, കന്നയെന്ന. വത്സനായിക്കോട്ടെ കന്നയായിക്കോട്ടെ, നീ എത്രയും പെട്ടെന്ന് വത്സനാകാനുള്ള യോഗമുണ്ട്. വാതുറക്ക് പ്രസാദം കഴിക്ക. ഗോപിയുടെ ഭാര്യയുടെ പേര് മേഴ്സി എന്നാണ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് തന്നത് ലെസിയാണ്. അടികൈ. ഇനി ഞാൻ സ്വത്തിനെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോ മൊത്തം ബ്ലോക്ക് ആയതുപോലെ ഉണ്ട്. ലസി ബാവ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ ഇപ്പൊ സത്യമാവുന്നുമുണ്ട്. ഓഹോ. ആ അതേടാ, ലസി ബാവ എന്നോട് പറഞ്ഞു എനിക്ക് ധനയോഗം ഉണ്ടെന്ന്. എനിക്ക് ഒരു 100 രൂപ കിട്ടി. ബാബ പറഞ്ഞു സമ്പന്നനാവുമെന്ന്. 200 മില്യൺ പൗണ്ടിന്റെ സമ്പത്ത് കിട്ടി. പിന്നെ ലസി ബാബ പറഞ്ഞിരുന്നു ആപത്ത് വരുമെന്ന്. ഓ, മോളിന്ന് ചെടിച്ചട്ടി തലയിലേക്ക് വീണു. ഓഹോ. പക്ഷെ താങ്കളുടെ വീട്ടിന്റെ മുകളിൽ ചെടിച്ചട്ടിയൊന്നും ഇല്ലല്ലോ. അതേതായാലും ഭാഗ്യമായി. മോളി ചെടിച്ചട്ടി ഇല്ലാഞ്ഞിട്ട് പോലും തലേ വീണില്ലേ? ലസി ബാവയുടെ അനുഗ്രഹം. ഓഹോ, അദ്ദേഹത്തിന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഇത് ഭാഗ്യമല്ല, പ്ലാനാണ്. ഏത് നമ്പറിൽ നിന്നാ 200 മില്യൺ പ്രോപ്പർട്ടിയുടെ കോഡ് വന്നത്? ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്യ്. നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സന്യാസിയായെന്ന് തോന്നുന്നു. ഓഹോ, ആ ഡോങ്കി ബാബ താങ്കളെ വിഡ്ഢിയാക്കിയതാണ്. സംശയമുണ്ടോ?
എന്റെ സമ്പന്നനാകാനുള്ള സ്വപ്നം തകർന്നു പോയി. തലയിൽ ചെടിച്ചട്ടി വീണത് മാത്രം ബാക്കിയായി. അടികൈ. ആലയിൽ എന്തിനാണ് ചെടിച്ചട്ടി ഇട്ടത്? അയാൾക്ക് മുറിവുണ്ട്. അയാൾ എങ്ങനെ കാശ് കൊണ്ടുവരും? ബാബാ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഞങ്ങളുടെ ഈ ഡീല് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ഒന്നും തന്നെ നടക്കില്ല. നിന്റെ ഈ ഡീൽ ഫൈനലിൽ എത്തില്ല മകനെ. ഞാൻ എത്ര ലക്ഷം വേണമെങ്കിലും തരാം. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കൂ. സാർ, ബാബ വേണ്ടാന്ന് പറഞ്ഞ അപ്പോ ഡീലിനെ മറന്നേക്കണം. അതെങ്ങനെയാണ് കഴിയുക? 100 കോടിയുടെ ഡീല് ഞാൻ എങ്ങനെയാണ് മറക്കുക? ബാബ, ഞാൻ 5 ലക്ഷം രൂപ തരാം. ഈ ഡീൽ ഒന്ന് ഫൈനൽ ചെയ്യൂ. ഉപായം പറഞ്ഞു തരൂ. അതെ, നിങ്ങളുടെ ഭാവി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. താങ്കൾക്കൊന്നും സംഭവിക്കില്ല. സംശയമുണ്ടോ? ഫുട്പാത്തിൽ തത്തയും കൊണ്ടിരിക്കുന്ന ജോത്സ്യൻ നിങ്ങളുടെ ഭാവി എങ്ങനെ പറയുവാനാണ്? എന്താ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരാം വത്സ. ഞങ്ങളുടെ സേഠ്ജി അങ്ങനെ പെട്ടെന്ന് ആരെയൊന്നും വിശ്വസിക്കില്ല. നാം ലസി ബാബയാണ്. എല്ലാ നാട്ടുകാർക്കും എന്നെ അറിയാം. ഞാൻ പ്രവചിച്ചതെന്തും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. എടാ, ഇതാണ് നമ്മുടെ ലസി ബാബ. ബാബ, ഞങ്ങളുടെ ഡീൽ നടക്കുകയാണെങ്കിൽ 100 കോടിയുടെ ചെരുപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിച്ചു തരാം. കൊച്ചളിയാ. ഹണി, നീ അടുത്ത മരത്തിന്റെ പുറകിലോട്ട് പൊക്കോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ ഫോണിങ്ങതാ. അല്ല, ഇത് ലസി ബാബയുടെ ശിഷ്യനല്ലേ? സംശയമുണ്ടോ? ബാബാജിയുടെ മുഴുവൻ പ്രസാദവും പുറത്തു വന്നല്ലോ. സംശയമുണ്ടോ? ഇവനും ബാബാജിയുടെ ശിഷ്യനാ. ആ പ്രവചനത്തിൽ പറഞ്ഞിരുന്ന അപകടം ഉണ്ടാക്കാൻ വന്നതാ. ഹണി, ഹണി, എന്ത് പറ്റി? എന്റെ ബാഗ് താ പ്ലീസ്. നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. തന്നെ വന്ന് എടുത്തൂടെ നിനക്ക്? നിന്റെ ബാഗ് എന്തിനാ ഞങ്ങളുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ചത്? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നെ കണ്ടിട്ട് എന്താ ദുർബലനായിട്ട് തോന്നുന്നത്? ഞാൻ ദുർബലനൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു ബാഗ് പോലും പൊക്കാൻ കഴിയുന്നില്ല. പറഞ്ഞില്ല ഞാൻ, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലാന്ന്. ദേ നോക്കിക്കേ, ഇപ്പൊ എടുത്തു തരാം. എനിക്കാകെ വയ്യാണ്ടായി കൊച്ചളിയ. ഈ ബാഗ് പോലും പൊക്കാൻ പറ്റുന്നില്ല. എടാ കഴുതേ, ഈ ബാഗിനെ ആരോ ഇവിടെ ആണി കൊണ്ട് തറച്ചു വെച്ചിരിക്കുക. ഇത് എന്റെ പ്രാങ്കാണ്, എന്റെ പ്രാങ്കാണ്. ഇതിലെല്ലാരും വീഴാറുണ്ട്. ഐ എം ദ ബിഗ്ഗസ്റ്റ് പ്രാങ്കർ. ഇപ്പതാ ഹണിക്കും കിട്ടി എന്റെ ഒരു പണി. ഇതിൽ ഇത്ര വലിയ കാര്യം എന്താ ഉള്ളത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കും സാധിക്കും. അയ്യോ, അയ്യോ,
എന്റെ കൈ ഈ കുടത്തിൽ കുടുങ്ങി. ഇനി ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എങ്ങനെ പോകാനാ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിപ്പോ കാണാൻ ബോക്സിംഗ് ഗ്ലൗസ് പോലെ ഇല്ലേ? പോയാട്ടെ, എന്തായാലും കൊള്ളാം. റാങ്ക് സക്സസ്ഫുൾ ആയി. നന്ദു 1, ഹണി 0. സോർദാർ വരൂ, നിന്നെ ഞാൻ പോകുന്ന വഴി മാർക്കറ്റിൽ വിടാം. താങ്ക് യു, താങ്ക് യു. എന്റെ അമ്മേ, കുറച്ച് കൂടി പോയെന്നൊരു സംശയം. നന്ദു 1, ഹണി 1. ഇത് കൊള്ളാമല്ലോ, സിംഹാസനം. അതെ, ഞങ്ങളിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാം. ശരി, നിങ്ങളിൽ ആരെങ്കിലും ഇരിക്കുന്നത് വരെ ഞാൻ ഇരുന്നോളാം. അയ്യോ, ഞാനിവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഓ ഓ ഓ ഓ താങ്കൾ ആ മരത്തിൽ പിടിക്കൂ. ഇതേതായാലും നന്നായി. ഇനി അങ്ങക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കുഷ്യന്റെ ആവശ്യം വരികയില്ല. എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും സ്കോർ പറയാൻ നിവൃത്തിയില്ലല്ലോ. ജഡ്ജായി പോയില്ലേ. നന്ദു 1, ഹണി 2. പോപ്പേട്ട്, നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ എന്താ വിചാരിച്ചത്? എന്നെ നിന്റെ പ്രാങ്കിലങ്ങ് വീഴ്ത്തിക്കളയെന്നാണോ? എനിക്ക് മനസ്സിലായി. ഇതിൽ കളർ പുറകിൽ നിന്നാണ് വരുന്നത്. സംശയമുണ്ടോ? നന്ദു 2, ഹണി 2. ഈ ആപ്പിൾ ഞാൻ കഴിക്കും. ഇല്ല ഇല്ല, ആപ്പിൾ ഞാൻ കഴിക്കും. ഞാൻ കഴിക്കും. സുൽത്താന്റെ മകൻ ബാഡ് മങ്കി, തല്ല് പിടിക്കേണ്ട കുട്ടികളെ, ഈ ആപ്പിൾ ഞാൻ തന്നെ കഴിച്ചോളാം. സ്കോർ ഹണി 3, നന്ദു 2. എന്റെ വണ്ടിക്ക് ടയർ 4 ഇവരുടെ കാർ സ്റ്റിയറിംഗ് അയ്യോ 2. അടികൈ. അയ്യോ,